ശാന്തി. ഉദ്ധവർ ശ്രീകൃഷ്ണൻ്റെ ഒരു നല്ല മിത്രമായിരുന്നു. ജീവിതത്തിൽ അവസാനം, ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ അവസാനം വരെയും കൃഷ്ണനോട് വരദാനങ്ങളൊന്നും ചോദിക്കാതിരുന്ന ഒരു മിത്രമായിരുന്നു. അവസാന കാലമായപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, സ്വർഗാരോഹണത്തിന് മുന്നുള്ള സമയത്ത്, ഇത്ര കാലമായിട്ടും അങ്ങ് എന്നോടൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, എന്തെങ്കിലും എന്നോടൊന്ന് ആവശ്യപ്പെടൂ, തീർച്ചയായിട്ടും എന്തെങ്കിലും അങ്ങക്ക് തരണം എന്ന് എൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ആ സമയത്ത് ഉദ്ധവർ തൻ്റെ മനസ്സിലെ കുറച്ച് സംശയ ദൂരീകരണത്തിന് വേണ്ടി കൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സംശയങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് ഉദ്ധവരുടെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ മഹാഭാരത കഥ വായിക്കുന്ന പലരുടെയും മനസ്സിലെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട്, അഥവാ ഈശ്വരനെ തൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ എങ്ങനെ എന്നതൊരു ഗൈഡൻസ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ആ കഥ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഉദ്ധവർ ചോദിച്ചത്, അർജുനൻ അഥവാ പാണ്ഡവന്മാർ ഒരു നല്ല മിത്രത്തിൻ്റെ സ്ഥാനത്ത് എപ്പോഴും അങ്ങയെ കാണുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ എന്താപത്തുണ്ടാകുമ്പോഴും അങ്ങയുടെ ഗൈഡൻസ് പ്രകാരം മുന്നോട്ട് നീങ്ങുന്നതായിരുന്നു പാണ്ഡവന്മാരുടെ ജീവിത ശൈലി തന്നെ. എന്നിട്ടും പാണ്ഡവന്മാർ ചൂത് കളിക്കാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് എന്തുകൊണ്ട് അങ്ങ് ചൂതുകളിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല? പോട്ടെ, ചൂത് കളിച്ചു, തോറ്റു, തൻ്റെ അനിയന്മാരെ രാജ്യവും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടും തൻ്റെ അനിയന്മാരെ പണയം വെച്ച് കളിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് അങ്ങ് തടഞ്ഞില്ല? ഈ 5 പേരും പോട്ടെ, പാഞ്ചാലിയെ പണയം വെച്ച് കളിക്കുന്നതിൽ നിന്നെങ്കിലും അങ്ങേക്ക് തടയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഒരു നല്ല മിത്രത്തിൻ്റെ സ്ഥാനത്ത് അങ്ങ് പാണ്ഡവന്മാരെ തടഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. ഇത് ഉദ്ധവരുടെ മാത്രം ചോദ്യമല്ല, മഹാഭാരത കഥ വായിക്കുന്ന പലരുടെയും മനസ്സിലെ ചോദ്യമായിരിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി പറഞ്ഞതായിട്ടുള്ള ഉത്തരം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒരു കാര്യം, ആ സമയത്ത് ദുര്യോധനൻ കാണിച്ച വിവേകം പോലും യുധിഷ്ഠിരൻ കാണിച്ചില്ല എന്നുള്ളതാണ്. ദുര്യോധനനാണ് ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരനെ വിളിക്കുന്നത് തന്നെ. എന്നാൽ ദുര്യോധനൻ നേരിട്ട് യുധിഷ്ഠിരനോട് ചൂത് കളിക്കുകയല്ല ചെയ്യുന്നത്, തൻ്റെ സഹായിയായ ശകുനിയെ കൊണ്ട് ചൂത് കളിപ്പിക്കുകയാണ് ചെയ്തത്. ദുര്യോധനന് കളിച്ച് ജയിക്കാനാവില്ലായിരുന്നു. ഇതേ നയം യുധിഷ്ഠിരനും ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. യുധിഷ്ഠിരൻ സ്വയം കളിക്കാതെ കൃഷ്ണനെ കൊണ്ട് ചൂത് കളിപ്പിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ശകുനി തൻ്റെ അടവ് കൊണ്ട് ആ ചൂതിൻ്റെ പകിടകളെ തൻ്റെ പരിധിയിലേക്ക് വരുത്തിയപ്പോൾ അത് യുധിഷ്ഠിരൻ്റെ സ്ഥാനത്ത് കൃഷ്ണൻ കളിച്ചിരുന്നുവെങ്കിൽ ഈ കളി നേരെ ഓപ്പോസിറ്റായിട്ട് മാറുമായിരുന്നു. അവിടെ തൻ്റെ സുഹൃത്തായിരുന്ന, തൻ്റെ മിത്രമായിരുന്ന, തൻ്റെ വെൽവിഷറായിരിക്കുന്ന കൃഷ്ണനെ കൊണ്ട് കളിപ്പിക്കാനായിട്ട് യുധിഷ്ഠിരൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ എനിക്കവിടെ സാക്ഷിയായിട്ട് നിൽക്കേണ്ടതായിട്ട് വന്നു. ഉദ്ധവർ പറയുകയാണ്, അതെന്ത് ഫ്രണ്ട്ഷിപ്പാണ്? ഒരു ഫ്രണ്ട് സപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമാണോ കൊടുക്കുക? ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ഫ്രണ്ട് ഇൻ ഡീഡ് എന്നല്ലേ പറയുന്നത്. അതായത് എപ്പോൾ അത്യാവശ്യം വരുന്നു ആ സമയത്ത് സഹായിക്കുന്ന ആളെയാണ് ഏറ്റവും നല്ല മിത്രം എന്നല്ലേ പറയുന്നത്. അപ്പോൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടവനല്ലേ ഒരു കൂട്ടുകാരൻ, അല്ലാതെ ചോദിച്ചിട്ട് മാത്രം ചെയ്യേണ്ട ആളാണോ കൂട്ടുകാരൻ ചോദിക്കുകയാണ്. എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചേനെ. പക്ഷേ ചൂത് കളിക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഈ ചൂതുകളിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മാത്രമേ വരാവൂ എന്നൊരു കണ്ടീഷൻ എൻ്റെ അടുത്ത് യുധിഷ്ഠിരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വിളിക്കാതെ എങ്ങനെ വരാൻ സാധിക്കും? ഒരു മിത്രത്തെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരന് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്നെ വിളിക്കാതെ എനിക്ക് യുധിഷ്ഠിരന് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ലായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ യുധിഷ്ഠിരൻ്റെ കാര്യം പോട്ടെ, പാഞ്ചാലിയോ? അങ്ങ് പറയുന്നു പാഞ്ചാലിയുടെ മാനം രക്ഷിച്ചു എന്ന്. ഒരു സ്ത്രീനെ വലിച്ചഴച്ചു കൊണ്ടുവന്ന് സദസ്സിലിട്ട് വിവസ്ത്രയാക്കുന്ന സമയത്ത് മാത്രമല്ലേ അങ്ങ് സഹായിച്ചുള്ളൂ. തൻ്റെ അറയിൽ നിന്ന് നിലത്തിലൂടെ വലിച്ചഴച്ച് മുടി പിടിച്ച് വലിച്ചഴച്ച് സദസ്സിൽ കൊണ്ടുവന്ന് എല്ലാവരും മുന്നിൽ നിർത്തി പരിഹസിച്ചപ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ മാനം പോയില്ലേ? പിന്നെ എന്ത് രക്ഷിച്ചു എന്നാണ് പറയുന്നത് എന്ന് ഉദ്ധവർ ചോദിക്കുകയാണ്. അതിനും വളരെ രസകരമായിട്ടുള്ള മറുപടി, പാഞ്ചാലിയുടെ സഖാവായിരുന്നു ഞാൻ. പാഞ്ചാലിയും എന്നെ വിളിക്കാതെ ചൂതുസഭയിലേക്ക് വരാനുള്ള അനുമതി എനിക്കില്ല. പാഞ്ചാലിയാണെങ്കിൽ ഒരിക്കലും എന്നെ ഓർത്തില്ല. പഞ്ചപാണ്ഡവന്മാരെന്നെ മറന്നു, പാഞ്ചാലി എന്നെ മറന്നു. ആരുടെയും കൂട്ടെന്നെ സഹായിക്കില്ല എന്ന് കണ്ട നിമിഷം മാത്രമാണ്, ആ വിവസ്ത്രയാക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് പാഞ്ചാലി എൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചത്.
അതുവരെ വിളിക്കാതെ സഭയിൽ വരരുത് എന്ന കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അവിടെയും എനിക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഓരോ സമയത്തും ഒരു നല്ല കൂട്ടുകാരനായിക്കൊണ്ട് ഞാൻ അവരുടെ എല്ലാം കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ വിഷമം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അരുതെന്ന് പറഞ്ഞതുകൊണ്ട് സഭയിൽ പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള ശക്തി എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാവുന്നത് എന്ന്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഒരു സാക്ഷിയെപ്പോലെ നമ്മൾ എന്ത് ചെയ്യുന്നതും കണ്ടുകൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ആളാണ് ഭഗവാൻ. പക്ഷേ മനുഷ്യന്മാർ ജീവിതത്തിൽ ഏറ്റവും കഷ്ടം വരുന്ന സമയത്ത് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖം വന്നു എന്ന ചിന്ത കൊണ്ട് തന്നെ ആദ്യം മറക്കുന്നത് ഭഗവാനെയാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എല്ലാ പരിശ്രമം കഴിഞ്ഞ് പറ്റാതായിട്ട് ഭഗവാനെ നീ എന്നെ സഹായിക്കുക എന്ന് പറയുന്നൊരവസ്ഥ അവിടെ ഭഗവാനെ ആശ്രയമാക്കുമ്പോഴാണ് ദുഃഖം നമുക്ക് ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് വിവേകശാലിയായിക്കൊണ്ട് ജീവിതത്തിൽ എവിടെയൊക്കെ കളിക്കേണ്ടതായിട്ട് വരുന്നു, ജീവിതമാകുന്ന ഈ ഒരു കളിയിൽ കളിക്കേണ്ട സന്ദർഭം എന്ന് വെച്ചാൽ അടുത്തൊരു കഷ്ടകാലം വരുന്നു, ഹോസ്പിറ്റലാവുന്നു, രക്ഷപ്പെടേണ്ടി വരുന്നു, പൈസ അവശ്യമായിട്ട് വരുന്നു, എവിടെന്നെങ്കിലും സംഘടിപ്പിക്കേണ്ടി വരുന്നു, എവിടെയെല്ലാം ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും ഒരുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമുള്ള ദ ബെസ്റ്റ് ഫ്രണ്ടാണ് ഭഗവാൻ. അതുകൊണ്ട് ഈശ്വരൻ എന്ന സുഹൃത്തിനെ സദാ കൂടെ വെച്ചുകൊണ്ട് ഏതൊരു കാര്യവും, ഈവൻ ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കൂടെ കഴിക്കാൻ നിങ്ങൾ ഈശ്വരൻ്റെ ഓർമ്മയിൽ കഴിക്കുമെങ്കിൽ, ജോലിക്ക് ഇറങ്ങുമ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മൾ പുറപ്പെടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് മൂവ് ചെയ്യുന്നെങ്കിൽ, ഓരോ നിമിഷത്തിലും ഭഗവാന്റെ കൂട്ട് നിങ്ങൾ ആ പ്രസൻസിനെ ഫീൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് പാണ്ഡവന്മാർക്ക് പറ്റിയതായിട്ടുള്ള ആ ഒരു തെറ്റ് മറന്നുകൊണ്ട് അവസാന നിമിഷം വരെ സ്വന്തം കഴിവിലും സ്വന്തം പരിശ്രമത്തിലും മാത്രം വയ്ക്കാതെ നമ്മുടെ ഹാർഡ് വർക്ക് പൂർണ്ണമായി ചെയ്യുമ്പോൾ ഒപ്പത്തിനൊപ്പം ഭഗവാനെ കൂട്ടാളിയായിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ, കൂട്ടുകാരനായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് സങ്കടം നിറഞ്ഞ നിമിഷത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ ഓരോ നിമിഷവും ഭഗവാനാകുന്ന കൂട്ടുകാരൻ്റെ കൂട്ടിനെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കാനാവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.